ഒരാഴ്ച മുമ്പേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. വിത്തുകൾ ആവശ്യമുള്ളവർക്ക് ചോദിക്കാം, ലെറ്റർ അയക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന മുളക്, വഴുതനങ്ങ, ചതുരപ്പയർ, ചീര എന്നിവൻ്റെ 4 തരം വിത്തുകളാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനുവേണ്ടി വീഡിയോയിലും വാട്സപ്പിലുമായിട്ട് കുറേ പേര് വേണം, ലെറ്റർ അയക്കാം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു. എല്ലാവർക്കും നമ്മൾ അഡ്രസ്സൊക്കെ കൊടുത്ത് ലെറ്റർ അയക്കാൻ വേണ്ടി അഡ്രസ്സൊക്കെ കൊടുത്തിരുന്നു. എന്നാൽ നമുക്ക് ഇന്നലെ വരെ കിട്ടിയത് 4 ലെറ്ററാണ്. ആ ലെറ്റർ നമ്മളിവിടെ കാണിക്കാം. അപ്പോൾ അത് അയച്ചവരാരാണ്, അത് കിട്ടിയത് എത്ര ലെറ്ററാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ 4 പേരാണ് നമുക്കിവിടെ ലെറ്റർ അയച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയും എത്രയോ പേര് വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ലെറ്ററുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടുന്ന ലെറ്റർ എല്ലാം നമ്മൾ നിങ്ങൾക്ക് വിത്തുകളായിട്ട് തിരിച്ചയക്കുന്നതാണ്. നമ്മളൊരു 10 20 ലെറ്റർ ആയതിൻ്റെ ശേഷമാണ് നമ്മളത് എല്ലാം കൂടി ഒരുമിച്ചാണ് അയക്കുന്നത്. നമ്മുടെ ലെറ്റർ കിട്ടിയിട്ടും നമുക്കിതുവരെ വിത്ത് ലഭിച്ചില്ല എന്നുള്ള പരിഭവമൊന്നും വേണ്ട. 2-3 ആഴ്ച കൂടി വെയിറ്റ് ചെയ്ത് അന്നേരം കിട്ടുന്ന ലെറ്റർ എല്ലാം കൂടി ഒരുമിച്ച് വിത്തോടു കൂടി അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇനിയും അയക്കാനുള്ളവർ വേഗത്തിൽ അയക്കുക. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചില വീഡിയോകളൊക്കെ കാണുമ്പോൾ, ചില കൃഷികളൊക്കെ കാണുമ്പോൾ നമുക്കതിൻ്റെ വിത്ത് എവിടെ കിട്ടും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളും കുറേ കാത്തിരുന്നിട്ടുണ്ട് ചതുരപ്പയറിന് വേണ്ടി. അപ്പോൾ അതുപോലെ പലർക്കും ഇതേപോലെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷേ വിത്തുകൾ ലഭിക്കാതെ കൃഷിയോട് അമിതമായിട്ട് താല്പര്യമുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ വിത്തുകൾ ലഭിക്കാതെ ആരും കൃഷി ചെയ്യാതിരിക്കരുത്. നമ്മുടെ കയ്യിലുള്ള ഏത് വിത്താണോ അത് നിങ്ങൾക്ക് ചോദിക്കുന്നവർക്ക് അയച്ചു തരും. അല്ലാതെ നമ്മുടെ കയ്യിൽ കുറേ വിത്തുകളുണ്ടാവും, വെറുതെ അത് നമ്മൾ 2-3 നടുക എന്നല്ലാതെ ബാക്കിയുള്ളതൊക്കെ കേടുവന്ന് പോവുകയില്ല. എന്നാൽ ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കയ്യിലും വിത്തുകളുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ മറ്റുള്ളവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. അത് കൃഷി ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കതിൽ വലിയ മുതൽ മുടക്കൊന്നും വരാനില്ല. നമ്മുടെ കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. വിത്ത് വേണ്ടവർ ലെറ്റർ അയക്കുന്നു, ശാമ്പട്ടിച്ച് ലെറ്റർ അയക്കുന്നു. അതിൽ നമ്മൾ വിത്തിട്ട് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ കൊടുക്കുന്നു, അത്രമാത്രം. അതിനുവേണ്ടി നമ്മൾ കൂടുതലായിട്ട് മുതൽ മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കൃഷിയോട് താല്പര്യമുള്ളവരെ അറിയുക എന്ന രീതിയിൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള വിത്തുകളൊക്കെ ഇതേപോലെ വീഡിയോയിൽ നിങ്ങളെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അയക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന വിത്തുകളാണ് നമ്മൾ അയക്കുന്നത്. നമ്മുടെ വീഡിയോ കാണുന്ന മിക്ക പേരും കൃഷിയോടൊരു ടച്ചൊക്കെ ഉള്ളവരാണ്, കൃഷിയെ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ അവർക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിലൊക്കെ അവരെ പ്രോത്സാഹിപ്പിക്കുക, നമ്മളാൽ കഴിയുന്ന രീതിയിലൊക്കെ അവർക്ക് വിത്തുകളും മറ്റും എത്തിച്ചു കൊടുക്കുക എന്നതും കൂടിയാണ് നമ്മൾ വീഡിയോയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ യുഗം കമ്പ്യൂട്ടർ യുഗമാണെങ്കിലും ടെക്നോളജി എത്ര വളർന്നിട്ടുണ്ടെങ്കിലും കൃഷിയെ കൂടുതലും ഇഷ്ടപ്പെടുന്നവരായിട്ടാണ് നമ്മൾ പലരെയും കണ്ടുവരുന്നത്. അത് മറ്റൊന്നുമല്ല, കാർഷികമില്ലെങ്കിൽ നമ്മുടെ ആരോഗ്യമായിട്ടുള്ള സമ്പത്തുകളൊന്നും ഇല്ല എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് ഈ ടെക്നോളജി യുഗത്തിലും കൃഷിയെ മനുഷ്യരെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള വിത്ത് വിതരണവും നമുക്കറിയാവുന്ന കൃഷി രീതികളും നമ്മൾ ഈ ചാനലിലൂടെ എന്നും തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ലെറ്റർ അയച്ചാൽ തിരക്ക് പിടിക്കാതെ കാത്തിരിക്കുക. കിട്ടുന്ന ഓരോ ലെറ്ററും ഓരോ ദിവസം പോസ്റ്റ് ചെയ്യുന്നത് പോസിബിൾ അല്ല. ഇങ്ങനെയുള്ള വീഡിയോകളിലൊക്കെ ലെറ്ററെല്ലാം ഒരുമിച്ച് 1, 2, 3 ദിവസമാണ് അയക്കാറുള്ളത്. പിന്നെ നമുക്ക് ബൈക്ക് ഓടിക്കാൻ പറ്റാത്തൊരു ചെറിയ റെസ്റ്റും കൂടി ഉണ്ടായതുകൊണ്ടാണ് കിട്ടിയ ലെറ്റർ തിരിച്ചയക്കാൻ വൈകുന്നത് എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കും എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. മറ്റൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.